ദി നാറ്റോഫോണറ്റിക് ആൽഫബറ്റ്. ഇത് ഒരു കൂട്ടം വാക്കുകളാണ്. ഇംഗ്ലീഷിൽ തന്നെയുള്ള ഒരു കൂട്ടം വാക്കുകളാണ്. ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ട് വളരെ വ്യക്തമായി നമുക്ക് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെയോ പേര് നമുക്ക് മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ജെസി ആൻഡ്രൂസ്. ഈ ഒരു പേര് നമുക്ക് എങ്ങനെ മറ്റൊരാളുടെ അടുത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഒന്നും ഇല്ലാതെ നമുക്ക് സംസാരിക്കാൻ സാധിക്കും. അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ജെയ്ക്ക് പകരം നമുക്ക് ജൂലിയറ്റ്, സിക്ക് പകരം ചാർലി, എക്ക് പകരം ആൽഫ, നവംബർ, നവംബർ, ആറിന് പകരം റോമിയോ, ഒയ്ക്ക് പകരം നമുക്ക് ഓസ്കർ, സെഡിന് പകരം സുലു. So it would be easy for them to communicate very easily to get the spellings of that particular name. So നമ്മളിവിടെ കണ്ടു ജെസി ആൻഡ്രൂസ് എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് അപ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്കും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആൽഫ, ബ്രാവോ, ചാർലി, ഡെൽറ്റ, എക്കോ, ഫോക്സ്ട്രോട്ട്, ഗോൾഫ്, ഹോട്ടൽ, ഇന്ത്യ, ജൂലിയറ്റ്, കിലോ, ലീമ, മൈക്ക്, നവംബർ, ഓസ്കർ, പാപ്പ, ക്യൂബക്, റോമിയോ, സിയേറ, ടാങ്കോ, യൂണിഫോം, വിക്ടർ, വിസ്കി, എക്സ്റേ, യാൻകി, സുലു.